വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു മത്തങ്ങ അരിശ്ശേരി ഉണ്ടാക്കിയാലോ? അതിനായിട്ടൊരു മത്തങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തി ഒന്ന് കൊണ്ടുവരണം. ഇതിൻ്റെ കൂടെ ഞാൻ വൻപയറും കൂടി ഇട്ടാണ് എരിശ്ശേരി വയ്ക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ വൻപയർ വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കറൊക്കെ എടുക്കാം. അതിലേക്ക് വൻപയർ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മൂടിയൊക്കെ ഒന്ന് അടച്ച് നമുക്ക് അടുപ്പത്തേക്ക് വയ്ക്കാം. അതവിടെ ഇരുന്നൊന്ന് വേകട്ടെ. ആ സമയം കൊണ്ട് നമുക്കിനി മത്തങ്ങ ഒന്ന് മുറിച്ച് ചെത്തി അരിഞ്ഞെടുക്കണം. ഞാൻ മത്തങ്ങ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് മൂത്ത മത്തങ്ങയല്ല. ഇനി നമുക്കിതൊന്ന് മുറിച്ചിട്ട് ചെറുതായിട്ടൊന്ന് കഷ്ണമാക്കി എടുത്തിട്ട് നമുക്കൊന്ന് തൊലി ചെത്തിയെടുക്കണം. പിഞ്ചാണെങ്കിൽ തൊലിയൊന്നും ചെത്തിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. എനിക്കാണെങ്കിൽ പിഞ്ചും മത്തങ്ങ ഇഷ്ടം. ഇതുപോലെ മൂത്ത മത്തങ്ങ എനിക്കിഷ്ടമില്ല. ഇനി നമുക്ക് ഇത് മുഴുവനും ഒന്ന് ചെത്തിയെടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ചെറുതായിട്ട് ഇതുപോലെ കീറി ഒന്ന് അരിഞ്ഞെടുക്കാം. പിന്നെ കുക്കറിലൊക്കെ ഇട്ട് അല്ലെങ്കിൽ മത്തങ്ങ വേവിക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മത്തങ്ങ അങ്ങ് വെന്ത് കിട്ടും. ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇതെല്ലാം അരിഞ്ഞ് കഴുകി നമുക്കെടുക്കാം. അരിഞ്ഞ് കഴുകി കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിൻ്റെ മൂടിയൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ പയർ വെന്തിട്ടുണ്ടോ എന്ന്. പയർ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി ഒന്ന് നോക്കാം. ഒന്ന് ഞെക്കി നോക്കിയാൽ മതി. അപ്പോൾ അറിയാം വെന്തിട്ടുണ്ടോ എന്ന്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തങ്ങയില്ലേ, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മത്തങ്ങ ഇട്ടതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ലേശം വെള്ളം, ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം. കാരണം പയറിനകത്ത് ഇത്തിരി വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഒരുപാട് മഞ്ഞൾപ്പൊടി ഇടണ്ട. കാരണം മത്തങ്ങയ്ക്ക് ഒരു മഞ്ഞ കളറുണ്ടല്ലോ, അതുകൊണ്ട് ഒരുപാട് മഞ്ഞൾപ്പൊടി ഇടണ്ട. ഇനി നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം കുക്കറിൻ്റെ മൂടിയൊക്കെ ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേകാനായിട്ട് വയ്ക്കാം. അതവിടെ നിന്ന് വേകട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഞാനിവിടെ ഒരു 5 കാന്താരിമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കീറി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം. ഇനി നമുക്ക് ഒരു പിടി തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ടിട്ട് നമുക്കൊന്ന് അരച്ച് കൊണ്ടുവരാം. ഒരുപാട് അരയണ്ട, ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതൊന്ന് അരച്ച് കൊണ്ടുവരാം. ഇത് നമ്മുടെ കുക്കറിൻ്റെ മൂടിയൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. നമുക്ക് മത്തങ്ങയും പയറും ഒക്കെ വെന്തിട്ടുണ്ടോ എന്ന്. പയർ നേരത്തെ വെന്തതായെങ്കിലും ഒന്നും കൂടെ നോക്കാം നമുക്ക്. ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുത്താൽ മതിയേ. വെന്തിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഉണ്ടോ, നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഒരുപാടങ്ങ് ഉടയ്ക്കണ്ട മത്തങ്ങ. ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുക. ഉടച്ചതിന് ശേഷം നമുക്ക് അരപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇതുണ്ട്, ഈ പരുവത്തിന് അരപ്പരയാവുള്ളേ. എരിശ്ശേരിക്കൊക്കെ ഒരുപാട് അരഞ്ഞാൽ കൊള്ളത്തില്ല. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് ഞാൻ ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കിയിട്ട് ഒരുപാടങ്ങ് വെള്ളം പോലെ ആകണ്ട. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒത്തിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു മൂടിയൊക്കെ വെച്ചൊന്ന് അടച്ചു കൊടുക്കുക. അത് അവിടെ നിന്ന് തിളയ്ക്കട്ടെ. തിളച്ചിട്ടുണ്ട്. ഇനി ഗ്യാസൊക്കെ ഓഫ് ചെയ്യാം നമുക്ക്. ഇനി ഒന്ന് കടുക് താളിക്കണം. അതിനായിട്ട് ഞാനൊരു ചെറിയ പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു വറ്റൽമുളകേ ഇട്ടുള്ളേ. പിന്നെ കാന്താരിമുളക് അരച്ചത്, അതുകൊണ്ട് ഇത്തിരി എരിവ് കൂടുതലുണ്ട്. ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എരിശ്ശേരിയിലേക്ക് കടുക് താളിച്ചത് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് അടച്ച് വയ്ക്കണേ. ഇനി തേങ്ങ വറുത്തിടുന്നത് ഒരു ഉണ്ട്. ഞാനിപ്പോൾ തേങ്ങ വറുത്തിട്ടില്ല. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. മൂടിയൊക്കെ മാറ്റി ഒന്ന് ഇളക്കി കൊടുത്തു. ഇനി നമുക്കൊരു ബൗളിലേക്കൊന്ന് എടുത്ത് വയ്ക്കാം. എടുത്ത് വെച്ചിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല അടിപൊളി ഒരു എരിശ്ശേരിയാണേ. അപ്പോൾ നിങ്ങൾ ഇതുപോലെയാണോ എരിശ്ശേരി വയ്ക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ
നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി നാളെ കാണാം. ഓക്കെ, ബൈ.